أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ കഅബയും പരിസരവും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി ഏതാണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഹാജിമാരെല്ലാം ഏതാണ്ട് മക്കയിൽ എത്തിച്ചേർന്നു. ഈ വർഷം ഹജ്ജിനായി അവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഹാജിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് നിർവഹിച്ച് നാടുകളിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 6 അധ്യായങ്ങളിലായി 32 സൂക്തങ്ങളിലായിട്ടാണ് അള്ളാഹു ഹജ്ജ്, ഉംറ, ബലി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ, 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ, 5-ാം അധ്യായം സൂറത്തുൽ മാഇദ, 9-ാം അധ്യായം സൂറത്തു തൗബ, 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജ്, 48-ാം അധ്യായം സൂറത്തുൽ ഫതഹ്. ഇങ്ങനെ 6 അധ്യായങ്ങളിൽ 32 സൂക്തങ്ങളാണ് അള്ളാഹു ഹജ്ജിനെ കുറിച്ച് പറയാനും ബലിയെക്കുറിച്ച് പറയാനും ഉംറയെക്കുറിച്ച് പറയാനുമായിട്ട് ആകെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും സൂക്തങ്ങളാണ്. ഏതാണ്ട് മറ്റ് അനുഷ്ഠാന കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹജ്ജിനെ കുറിച്ചാണ് ഖുർആൻ കുറച്ചൊക്കെ സവിസ്തരമായിട്ട് ഒരാരാധനാ കർമ്മം എന്നുള്ള നിലക്ക് വിശദീകരിക്കുന്നത്. എല്ലാ ആരാധനകളെയും പോലെ ഹജ്ജും തഖ്വയും അതുപോലെ തന്നെ ദിക്റും നിലനിർത്താൻ വേണ്ടിയാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഹജ്ജിലെ പല അനുഷ്ഠാനങ്ങളും നമ്മുടെ യുക്തിക്കോ നമ്മുടെ ബുദ്ധിക്കോ വഴങ്ങുന്നതല്ല. അതല്ലെങ്കിൽ തന്നെ ആരാധനകൾ മൊത്തത്തിൽ നമ്മുടെ യുക്തിക്ക് നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങുന്ന ഒരു കാര്യമല്ല. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച്, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച്, ചര്യ അനുസരിച്ച് നമ്മൾ ചെയ്തു വരുന്നതാണ്. അതിൻ്റെ യുക്തി എന്താണ് എന്നൊന്നും അന്വേഷിച്ച് നടക്കുക നമ്മുടെ ബാധ്യതയല്ല. കാരണം ആരാധനകളുടെ യുക്തി നമുക്ക് പൂർണ്ണമായിട്ട് വഴങ്ങുന്നതല്ല, വിധേയപ്പെടുന്നതല്ല. പക്ഷേ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാധനകളെല്ലാം തന്നെ സ്വയം അള്ളാഹുവിന് വിധേയപ്പെടുന്ന പ്രവർത്തനവും മറ്റ് രംഗങ്ങളിൽ വിധേയപ്പെടും എന്നുള്ള പ്രഖ്യാപനവുമാണ്. ഇത് നമ്മൾ നന്നായി അറിയണം. ഏതാരാധനകളാണെങ്കിലും, ഇസ്ലാം കാര്യത്തിൽ പെടുന്ന ഏതാരാധനകളാണെങ്കിലും, ഈ ആരാധനകളെല്ലാം തന്നെ സ്വയം അള്ളാഹുവിന് വിധേയപ്പെടുന്നതാണത്. സ്വയം തഖ്വയാണ്. അതോടൊപ്പം തന്നെ മറ്റ് രംഗങ്ങളിൽ ഞാൻ തഖ്വ പാലിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് കൂടിയാണ് എല്ലാ ആരാധനകളും. അത് നമസ്കാരമായാലും നോമ്പായാലും അത് സക്കാത്തായാലും ഹജ്ജായാലും എല്ലാം
ഈ രണ്ട് സംഗതികൾ ഉൾക്കൊള്ളുന്നതാണ്. ഒരാൾ നമസ്കരിച്ചാൽ അയാൾ അള്ളാഹുവിൻ്റെ വിധികൾക്ക് വിധേയമാവലാണത്. ഒരാൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നമസ്കരിക്കുക എന്ന് പറയുന്ന കൽപ്പനക്ക് വിധേയമാവലാണ്. അതോടൊപ്പം തന്നെ നമസ്കാരം ഞാൻ ബാക്കിയുള്ള രംഗങ്ങളിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാകും എന്ന പ്രഖ്യാപിക്കലു കൂടിയാണ്. നോമ്പും അങ്ങനെയാണ്, സകാത്തും അങ്ങനെയാണ്, ഹജ്ജും അങ്ങനെയാണ്. സ്വയം അള്ളാഹുവിന് വിധേയപ്പെടലാണ്, അതോടൊപ്പം തന്നെ മറ്റ് രംഗങ്ങളിൽ അള്ളാഹുവിന് വിധേയപ്പെടും എന്ന പ്രഖ്യാപനവും കൂടിയാണ് എല്ലാ ആരാധനാകർമ്മങ്ങളും. പക്ഷെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളിതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ, ആരാധനകളെ നമ്മൾ പലപ്പോഴും പൊതുസമൂഹം, സാമാന്യ മുസ്ലിം സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത്, ആരാധനകൾ ഇസ്ലാമിലെ നിർബന്ധ കാര്യങ്ങളാണ്, ഇസ്ലാം കാര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ്, അത് നിർവഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്, അത് നിർവഹിച്ചു കഴിഞ്ഞാൽ ആ ബാധ്യതകളിൽ നിന്ന് നമ്മൾ മുക്തമാകും, അതോടൊപ്പം തന്നെ നാളെ പരലോകത്ത് അതിൻ്റെ പ്രതിഫലവും കിട്ടും. നിർവഹിച്ചില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായി മാറും. ഇങ്ങനെയാണ് ആരാധനകളെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതും. അതിനപ്പുറത്ത് ഈ ആരാധനകൾക്ക് ആരാധനകളല്ലാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അനിഷേധ്യമായ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന ഒരു പഠിപ്പിക്കൽ, അങ്ങനെ ഒരു ധാരണ പൊതുസമൂഹത്തിന്, സാമാന്യ ജനത്തിന് പൊതുവിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊരു സംഗതിയാണ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും പറ്റിയ സംഗതി ആരാധനകളാണ് എന്ന ഒരു ധാരണയും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരുപാട് ആരാധനകളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ദുർബലമായ ഹദീസുകൾ പോലും ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് നമ്മുടെ ബഹുമാന്യരായ ചില പണ്ഡിതന്മാർ പറയുന്നത്. ദുർബലമായ ഹദീസുകളടക്കം ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. അപ്പം ഈ ആരാധന കണ്ടിങ്ങനെ തൃപ്തിപ്പെടുന്ന, പ്രീതിപ്പെടുന്ന ഒരു ദൈവസങ്കല്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ആരാധിച്ച് തൃപ്തിപ്പെടുത്താവുന്ന, പ്രീതിപ്പെടുത്താവുന്ന ഒരു അള്ളാഹുവിനെ അല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാമിൽ ആരാധനയുണ്ട്, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹു നമ്മെ തൃപ്തിപ്പെടണമെങ്കിൽ, ഇഷ്ടപ്പെടണമെങ്കിൽ ആരാധനകൾ നിർബന്ധമായി നിർവഹിച്ചേ മതിയാകും. പക്ഷേ ഈ ആരാധനകളാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം, തൃപ്തിപ്പെടാനുള്ള മാർഗം എന്ന് നമ്മൾ ധരിക്കരുത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ വളരെ ക്ലിപ്തമായ ആരാധനാ കർമ്മങ്ങളാണുള്ളത്. വളരെ ക്ലിപ്തമായ ആരാധനാകർമ്മങ്ങളാണുള്ളത്. ആരാധനാകർമ്മങ്ങളുടെ ആധിക്യത്തെ പോലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ടേയിരിക്കും എന്ന് പ്രവാചകൻ വളർത്തിയെടുത്ത ഒന്ന് രണ്ട് സഹാബികൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, അതിനെ തള്ളിപ്പറയണം അള്ളാഹിൻ്റെ റസൂല് ചെയ്തത്. കാരണം അങ്ങനെ ഒരു ഇസ്ലാമില്ല. അപ്പോൾ ഈ ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയുന്നത് സ്വയം ഈ പറയുന്ന പോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടലാണ്, ബാക്കിയുള്ള നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ചോദിച്ചാൽ, ആരാധനയും നമ്മുടെ ജീവിതവും റെയിൽവേ ട്രാക്ക് പോലെയാണ്. ഒരു സൈഡിൽ കൂടി പോകുന്ന ട്രാക്ക് ആരാധനയാണെങ്കിൽ മറ്റേ സൈഡിൽ കൂടി പോകുന്ന ട്രാക്ക് നമ്മുടെ ജീവിതമാണ്. ഇത് രണ്ടും സമാന്തരമായിട്ട് ഇങ്ങനെ പോവുകയാണ്, രണ്ടും തമ്മിൽ ബന്ധമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ആരാധനയും മറ്റ് ജീവിതവും തമ്മിലുള്ള ബന്ധം കയറ് പോലെയാണ്. കാരണം ഇങ്ങനെ പിരിഞ്ഞാണ് പോകുന്നത്. ഇത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ആരാധനകളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നുള്ളൂ. റെയിൽവേ ട്രാക്ക് പോലെയല്ല ആരാധനയും ജീവിതവും കയറ് പോലെയാണ്. നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം നമ്മൾ നിർവഹിക്കുന്ന 5 നേരത്തെ നമസ്കാരത്തിന് ചുറ്റുമാണ് കറങ്ങുന്നത്. ആ നമസ്കാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ, ഒരു ദിവസത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ആ നമസ്കാരത്തിലാണ് നമ്മൾ പടച്ചവനോട് പലതും പ്രഖ്യാപിക്കുന്നത്. ഞാൻ അങ്ങനെ ആയിക്കോളാം, ഞാൻ ഇങ്ങനെ ആയിക്കോളാം, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുശ്രിക്കല്ല എന്നൊക്കെ ഇങ്ങനെ നിരന്തരം നമ്മളെ കൊണ്ട് പറയിക്കുന്ന ഈ നമസ്കാരത്തിലാണ്. അതുകൊണ്ട് തന്നെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. പക്ഷെ നമ്മൾ ഈ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ അടക്കം പറഞ്ഞതുപോലെ, നമ്മൾക്ക് ആരാധനകളെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കർമ്മശാസ്ത്ര പഠനമാണ്. നമുക്ക് ആരാധനകളെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ അതിലെ കർമ്മശാസ്ത്ര പഠനമാണ് നമുക്ക്. അതിനപ്പുറത്ത് ആരാധനകളും ജീവിതവുമായിട്ട് എന്താണ് ബന്ധമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ വായിക്കണം, ഖുർആൻ പഠിക്കണം. ഖുർആനിലാണ് അതുള്ളത്. പക്ഷെ ഖുർആനിൽ കർമ്മശാസ്ത്രം ഇല്ല. ഖുർആനിൽ ആരാധനകളുടെ കർമ്മശാസ്ത്രം ഇല്ല. കുറച്ചെങ്കിലും അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് ഹജ്ജിനെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ.
ഖുർആനിലുള്ളത് ജീവിതവും ആരാധനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അത് രണ്ടും ചേർന്നാൽ പൂർണ്ണമാവും. കർമ്മശാസ്ത്രം വേണം, കർമ്മശാസ്ത്രം ഇല്ലാതെ ഒരു കർമ്മം നിർവഹിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കർമ്മശാസ്ത്ര പഠനം മാത്രമാണ് എന്ന കാഴ്ചപ്പാട് ശരിയല്ല. അതുകൊണ്ടാണ് നമ്മൾ തൃപ്തരാകുന്ന എന്ത്? നമസ്കരിച്ചു, നമ്മൾ തൃപ്തനായി. നോമ്പ് 30 പിടിച്ചു, നമ്മൾ തൃപ്തനായി. ഹജ്ജ് ചെയ്തു, നമ്മൾ തൃപ്തനായി. അത് എത്രത്തോളം തൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കാത്തതിൻ്റെ കാരണം ഇതാണ്. അല്ലെങ്കിൽ അത് ഇത്രയൊക്കെ നിസ്കരിച്ചിട്ട് ഞാൻ ഈ വശം ഒന്ന് കറക്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇത്രയൊക്കെ നമസ്കരിച്ചിട്ടും ഈ വശം ഒന്ന് ഞാൻ കറക്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നൽ നമുക്കില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിസ്കാരം നിർവഹിച്ചാൽ അതിൻ്റെ പ്രതിഫലം കിട്ടും, ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടും എന്ന സിമ്പിൾ ലോജിക്കാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇത് തന്നെയാണ് ഹജ്ജിനെ കുറിച്ച് നമുക്കുള്ളത്. ഹജ്ജിനെ കുറിച്ച് നമുക്കുള്ളത് എന്തെന്നാ? ഇസ്ലാം കാര്യത്തിൽ 5ാമത്തെ നിർബന്ധ കർമ്മമാണ് ഹജ്ജ്. അത് നിർവഹിച്ചാൽ ആ ബാധ്യതയിൽ നമ്മൾ ഒഴിവാകും. അത് നിർവഹിച്ചില്ലെങ്കിൽ ബാധ്യതയുണ്ടായിട്ടും ഹജ്ജിനെ കുറിച്ചൊക്കെ നമ്മുടെ കാഴ്ചപ്പാടെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്താണ്? മുതലും വഴിയും ദേഹസുഖവും ഹജ്ജുൽ ബൈത്തിന് ശർത്താണ്. ഇത് നമ്മൾ പണ്ടേ മുതലേ മദ്രസയിൽ പഠിച്ചു വരുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒത്തുകഴിഞ്ഞാൽ ആ ഹജ്ജ് ചെയ്യണം. ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജ് ചെയ്യുക എന്ന ബാധ്യതയിൽ നമ്മൾ ഒഴിവാകും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഹജ്ജ് ചെയ്തില്ല എന്ന കുറ്റക്കാരനാകും. അതിനപ്പുറം ഈ ഹജ്ജ് എങ്ങനെയാണ് ജീവിതത്തെ സ്വാധീനിക്കുന്നത്, എന്താണ് ഹജ്ജിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങളൊന്നും നമ്മൾ വേണ്ടത്ര അളവിൽ കൊടുക്കാറില്ല. എത്രത്തോളം ചോദിച്ചാൽ ഹജ്ജ് ചെയ്യുന്ന ഒരു ഹാജിയോട് ഞാൻ 1-2 സദസ്സുകളിൽ പോലും ചോദിച്ചിട്ടുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട ക്ലാസ്സും പ്രഭാഷണത്തിന് സദസ്സിൽ ചോദിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ ധാരാളമായി നമ്മൾ കേൾക്കും. അങ്ങനെ കേൾക്കുമ്പോഴും ആ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഉണ്ടായിട്ട് പോലും ഉണ്ടാവില്ല. ആ ക്ലാസ് എടുക്കാൻ വന്ന ആളുകൾ തങ്ങളുടെ മുമ്പിൽ ഹജ്ജ് പ്രതീക്ഷിച്ച് ലക്ഷങ്ങൾ മുടക്കിയിരിക്കുന്ന ഹാജിമാരോട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി വിശുദ്ധ പ്രമാണരേഖയിൽ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഹജ്ജ് സംബന്ധമായി പറഞ്ഞിട്ടുള്ള ആയത്തുകൾ തെരഞ്ഞു പിടിച്ച് നിങ്ങളൊന്ന് പഠിക്കണം എന്ന് നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിരവധി ക്ലാസ്സുകളിൽ പങ്കെടുത്ത ഹാജിമാരോട് സംസാരിക്കാനുള്ള അവസരം ഈ ഹജ്ജിൻ്റെ സീസണിൽ പോലും ഈ ഉള്ളവനുണ്ടായി. അപ്പം ഞാൻ ആദ്യം ചോദിച്ചതാണ്, ആ ക്ലാസ്സിൽ എവിടെയെങ്കിലും നിങ്ങളോട് ആ പണ്ഡിതന്മാർ പറഞ്ഞിരുന്നോ പ്രമാണരേഖയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നിങ്ങളൊന്ന് പഠിക്കണം? അതിൽ നിന്ന് ഹജ്ജിൻ്റെ പൂർണ്ണ രൂപം കിട്ടിയിട്ടല്ല, പക്ഷെ നമ്മളോട് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അവിടെയാണ്. അള്ള പറഞ്ഞ ആ കാര്യങ്ങൾ അള്ളയുടെ സോഴ്സിൽ നിന്ന് തന്നെ നമ്മളൊന്ന് പഠിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്. നമസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഖുർആൻ അത് സംബന്ധമായി എന്തു പറഞ്ഞിരിക്കുന്നു എന്നാണ്. അതിനുശേഷമേ ബാക്കിയുള്ളതുള്ളൂ എന്നതുപോലെ ഹജ്ജിനെ കുറിച്ചും അത് തന്നെയാണ് വേണ്ടത്. ഹജ്ജിനെ കുറിച്ച് എന്താണ് ഖുർആൻ പറയുന്നത് എന്നിട്ട് അതിൻ്റെ വിശദീകരണമാണ് ബാക്കി നമുക്ക് കിട്ടേണ്ടത്. അല്ലാതെ ബാക്കി വേറെ കുറേ കിതാബൊക്കെ പഠിച്ച് നമ്മളത് പഠിച്ച് മനസ്സിലാക്കി ഖുർആനിൽ എന്താ പറഞ്ഞ് നമ്മൾ കണ്ടിട്ട് പോലുമില്ല എന്ന ഒരവസ്ഥ ഒരിക്കലും ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഏതൊരു കർമ്മത്തെക്കുറിച്ചാണെങ്കിലും, നോമ്പാണെങ്കിലും നിസ്കാരമാണെങ്കിലും സക്കാത്താണെങ്കിലും. കാരണം അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം പറയുക ഖുർആനിലായിരിക്കും. കാരണം ഖുർആനിൽ ആകെ 6236 വചനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ വചനങ്ങൾക്കകത്തായിരിക്കും അതിൻ്റെ ഏറ്റവും കോർ കണ്ടന്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പും കാതലും പറയുക ഖുർആനിലായിരിക്കും. ബാക്കി അതിൻ്റെ വിശദാംശങ്ങളായിരിക്കും ഹദീസുകളിലൂടെയും ബാക്കി ഫിഖ്ഹിന്റെ കിതാബുകളിലൂടെയും ഒക്കെ വരിക. ഇത് നമ്മൾ അടിസ്ഥാനപരമായി ഈ ഖുതുബ കേൾക്കുന്ന എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ആദ്യം ഖുർആനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞല്ലോ 5ാമത്തെ കാര്യമാണ്. അത് നിർവഹിച്ചാൽ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാകും. അങ്ങനെ നമ്മൾ ഹജ്ജിന് പോയി കുറേ സംസം വെള്ളവും ക്യാരക്കായിട്ടും കൂടി പോരും. അതിനപ്പുറത്ത് എത്രത്തോളം അത് ജീവിതത്തെ മാറ്റും. അതുകൊണ്ടാണ് പണ്ടത്തേതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ഹജ്ജ് ചെയ്ത് വരുന്ന ആളുകളുടെ ജീവിതത്തിൽ വേണ്ടത്ര മൂല്യങ്ങൾ ആ അളവിൽ കാണാൻ നമുക്ക് കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതും ഒരു കർമ്മമായി, ഒരു സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുമാകട്ടെ, ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ, ഹാജിമാർ, ഹജ്ജ് ചെയ്ത ആളുകൾ ഈ സദസ്സിലുണ്ടാകും. ഹാജിമാർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഹജ്ജ്, ഞാൻ പറഞ്ഞല്ലോ, ഹജ്ജ് സ്വയം അള്ളാഹുവിന് വിധേയപ്പെടലാണ്. അതോടൊപ്പം തന്നെ താൻ തൻ്റെ ജീവിതത്തിലുടനീളം അള്ളാഹുവിന് വിധേയപ്പെടും എന്ന പ്രഖ്യാപനവും കൂടിയാണ് ഹജ്ജ്. അവിടെ ചെന്നിട്ട് ഹാജി എന്താ പറയുന്നത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്.
അയാൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. ഇഹ്റാം കെട്ടിയിടം മുതൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മന്ത്രമല്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുന്നത് ഒരു മന്ത്രമല്ല, അതൊരു പ്രഖ്യാപനമാണ്, ഡിക്ലറേഷനാണ്, ഉറച്ച പ്രഖ്യാപനമാണ്. ഉറച്ച പ്രഖ്യാപനമാണത്. ലാ ശരീക ലക്, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മുസ്ലിം. ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരനില്ല, നിനക്ക് പങ്കുകാരനില്ല എന്ന് നിരന്തരം. ഇത് മന്ത്രമല്ല. നമ്മൾ പക്ഷേ ഇത് മന്ത്രമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹും മന്ത്രമാണല്ലോ. നമ്മുടെ ആദർശവാക്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹും നമുക്ക് മന്ത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മന്ത്രമല്ല, തൻ്റെ ജീവിതത്തെ മൊത്തം വരിഞ്ഞു മുറുക്കി ചൂഴ്ന്നു നിൽക്കുന്ന ഒരു പ്രഖ്യാപനമാണത്. എന്നതുപോലെ ലാ ശരീക ലക് എന്ന് പറയുന്നതും മന്ത്രമല്ല, അത് വളരെ ഉയർന്ന ഒരു പ്രഖ്യാപനമാണ്. പങ്കുകാരനില്ല. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ആ വാക്കിന് ആഴമുണ്ട്. ഞാൻ ഒരർത്ഥത്തിലും പങ്കു ചേർക്കൂല എന്ന പ്രഖ്യാപനമാണല്ലോ അത്. അതുകൂടിയാണല്ലോ. പങ്കുകാരനില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പങ്കുചേർക്കാൻ പറ്റില്ലല്ലോ. ഈ പറയുന്നതിന് അർത്ഥം എന്താണ്? ഞാൻ ഏതെങ്കിലും വിഗ്രഹാരാധന നടത്തി നിന്നിൽ ഞാൻ പങ്കുകാരനെ സങ്കല്പിക്കില്ല എന്നു മാത്രമാണോ? അതുണ്ട് അതിനകത്ത്, അതുകൂടി ഉള്ളടക്കമാണ്. ഞാൻ വിഗ്രഹാരാധന നടത്തി ഞാൻ നിന്നിൽ പങ്കുകാരനെ കൽപ്പിക്കില്ല. അതല്ലെങ്കിൽ ഞാൻ വേറെ നീയല്ലാത്ത മറ്റ് ശക്തികളെ ദൈവങ്ങളെന്ന് വിളിച്ച് ഞാൻ നിന്നിൽ പങ്കുകാരെ കൽപ്പിക്കില്ല എന്നതാണോ? അതുകൂടി ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഇലാഹാണെന്ന വിചാരത്തോടുകൂടി ഞാൻ ആരോടും വിളിച്ചു പ്രാർത്ഥിക്കില്ല, അങ്ങനെ നിന്നിൽ പങ്കാളിയാക്കാനും ഞാൻ ശ്രമിക്കില്ല എന്ന് മാത്രമാണോ? അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഏതൊരു നിയമവും ആ നിയമത്തെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല. അത് എന്താണെങ്കിലും അതിന് ആരാധനേതരം ഒന്നൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ഒരു നിയമത്തെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയെയും ഞാൻ തള്ളിപ്പറയില്ല. അതല്ലാത്ത മറ്റൊരു നിയമത്തെ ഞാൻ അംഗീകരിക്കില്ല. ആ അംഗീകരിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും അർത്ഥത്തിലുള്ള നിർബന്ധിതാവസ്ഥയിൽ ഉണ്ടാകണം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു തരത്തിലും ഞാൻ പങ്കു ചേർക്കില്ല നിന്നോട്. നിനക്കൊരു പങ്കാളിയുമില്ല, എനിക്കതിന് കഴിയില്ല പങ്കു ചേർക്കാൻ. ഇത് തന്നെയാണ് നമ്മൾ നമസ്കാരത്തിലും പറയുന്നത്. ഒമാന മിനൽ മുശ്രിക്കീൻ, ഞാൻ പങ്കു ചേർക്കുന്നവരിൽപ്പെട്ടവനല്ല എന്നാണ് നമസ്കാരത്തിൽ 5 വഖത്തിലായിട്ട് നമ്മൾ 5 പ്രാവശ്യം പറയുന്നത്. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മഹുല്ലാ അദ്ദേഹത്തിനോട്, CM മടവൂരിനോട്, ഏർവാടി ഔലിയാക്കളോട്, സർവോപരി മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടക്കം ആവലാദികളും വേവലാദികളും പറയുന്ന ഒരു മനുഷ്യൻ മക്കത്ത് ചെന്ന് കഅബ ശരീഫിന്റെ പരിസരത്ത് നിന്ന് ലാ ശരീക ലക് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വല്ല അർത്ഥമുണ്ട് അതിനകത്ത്? മുഹീദ്ദീൻ ശൈഖിനോട് തന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട്, CM മടവൂരിനോട് CM മടവൂരാണ് ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിച്ചിട്ട്, അതല്ലെങ്കിൽ സാക്ഷാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ആവലാദികളും വേവലാദികളും ഒക്കെ പറഞ്ഞതിന് പരിഹാരം ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പോയി പിന്നെയും ലാ ശരീക ലക് എന്ന് ആ കഅബയുടെ പരിസരത്ത് നിന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല, ഒരു പ്രസക്തിയില്ല. കാരണം അത് പങ്കു ചേർക്കലാണ്. അതുകൊണ്ടാണ് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മുട്ടിന് മക്ബറയിൽ കയറി ഇറങ്ങി നടന്ന് ആ മക്ബറയിൽ കിടക്കുന്ന ആളുകളോട് തൻ്റെ വേവലാദികളും ആവലാദികളും ആഗ്രഹങ്ങളും ഒക്കെ സമർപ്പിച്ചതിന് ശേഷം അങ്ങ് മക്കയിൽ പോയി ലാ ശരീക ലക് എന്ന് പ്രഖ്യാപിക്കുന്നതിൽ എന്തർത്ഥമാണ് ഉണ്ടാവുക? ഒരർത്ഥവും അതിനകത്തില്ല. കാരണം ഞാനിവിടെ പങ്കാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ പങ്കാളിയെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനോട്. എന്നിട്ട് മക്കയിൽ ചെന്നതിന് ശേഷം ഹജ്ജിൻ്റെ ഭാഗമായിട്ട് അതാ ഞാൻ പറഞ്ഞത്, എന്താണ് പറയുന്നത്, എന്താണ് പ്രഖ്യാപിക്കുന്നത്, എന്താണ് നാട്ടിലിരുന്ന് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യമോ ഒരു ബോധമോ ഒന്നുമില്ലാതെ മുമ്പേ ഗമിക്കും ഗോക്കൾത്താൻ പിമ്പേ എന്ന് പറഞ്ഞതുപോലെ ഒരു സമുദായം കണക്കെ ജീവിക്കുകയും ഒരു സമുദായം കണക്കെ പാരമ്പര്യമായി കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തു വരുന്നു എന്നതാണ് നമ്മളടങ്ങുന്ന സമുദായത്തിൻ്റെ ഇന്നത്തെ ഒരു ദുര്യോഗം എന്ന് പറയുന്നത്. അള്ളാഹുവിനോടാണ് ഇതെല്ലാം നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്ന ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. റബ്ബിനോടാണ് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, തൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്ന ബോധം ഉണ്ടാകണം. നമുക്ക് നിസ്കരിക്കുമ്പോൾ നമുക്കൊരു ബോധം ഉണ്ടാകണം. എന്താണ്? ഞാൻ ഇത് അള്ളാഹുവിന് വിധേയപ്പെടുകയാണ്. അവൻ പറഞ്ഞതുപോലെയാണ്. നമുക്ക് 4 റക്അത്ത് എന്നുള്ളത് 5 റക്അത്താക്കാൻ പറ്റില്ല, നമുക്ക് 2 റക്അത്തുള്ളത് 3 റക്അത്താക്കാൻ പറ്റില്ല.
നമുക്ക് 3 റക്അത്തുള്ള മഗ്രിബ് 4 റക്അത്താക്കാൻ പറ്റില്ല. നമുക്ക് സമയമുണ്ടെങ്കിലും നമുക്ക് അവസരം ഉണ്ടെങ്കിലും എന്താ അത്? സ്വയം അള്ളാഹുവിന് വഴങ്ങലാണത്, അള്ളാഹുവിന് വിധേയപ്പെടലാണ്. അതോടൊപ്പം തന്നെ അതിലൂടെ വാക്കിലൂടെയും സുജൂദിലൂടെയും എല്ലാം നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഞാൻ എൻ്റെ എല്ലാ മേഖലകളിലും നിനക്ക് വിധേയമാണ്, നിനക്ക് വഴങ്ങിയേ ഞാൻ ജീവിക്കൂ എന്നതാണ്. അതുകൊണ്ട് ജീവിതത്തെ നന്നാക്കണമെന്ന് നമ്മൾ പറയുന്നത്. അല്ലാത്ത നമസ്കാരവും അല്ലാത്ത നോമ്പും അല്ലാത്ത ഹജ്ജും എല്ലാം ഒരുതരം പരിഹാസമായി മാറും എന്നതാണ് എൻ്റെ വസ്തുത. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതോ ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനം നിശ്ചയിക്കുക, എന്നിട്ട് കന്നിമൂല നോക്കി വീട് വയ്ക്കുക, എന്നിട്ട് വീട് പണിതതിന് ശേഷം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കണക്കുകാരനെ കൊണ്ടുവന്നതിന് ശേഷം മതിൽ പൊളിച്ച് അടുക്കള പണിത്, അടുക്കള പൊളിച്ച് മതിൽ പണിത്, കുളിമുറി പൊളിച്ച് കിടപ്പുമുറി പണിത്, ഇതൊക്കെ ചെയ്തതിന് ശേഷം മക്കത്ത് പോയി നിന്നിട്ട് ലാ ശരീക്കലക് ലാ ശരീക്കലക് എന്ന് പറയുന്നതിൽ എന്താ പ്രസക്തിയുള്ളത്? ഒരു പ്രസക്തിയുമില്ല. ഇത് ഗൗരവമുള്ള സംഗതിയാണത്. നമുക്ക് നിസാരമാണത്. പക്ഷേ ഇസ്ലാമിൽ വളരെ ഗൗരവമുള്ളത്. അള്ളാഹ് പറഞ്ഞില്ലേ, നിങ്ങൾ അതിനെ നിസാരമായി കാണുന്നു, അള്ളാഹു അതിനെ വളരെ ഗൗരവമായി കാണുന്നു. ഇത് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിന് തുല്യമായൊരു പണിയാണത്. ഞാൻ അതിൻ്റെ വിശദാംശം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഖുത്ബയിലൂടെ ഈ കന്നിമൂല നോക്കുന്നതിൻ്റെ ഗൗരവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കന്നിമൂല നോക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അള്ളാഹിൽ പങ്കുചേർക്കലാണത്. അത് ബാക്കി വേറെ ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നത് പോലെയല്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ പോയി ലാ ശരീക്കലക് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതുപോലെ തന്നെ സമ്പത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, തറവാടിത്തത്തിൻ്റെ പേരിലുള്ള ഔന്നിത്യ ബോധം മനസ്സിൽ ഒളിപ്പിച്ചു വച്ചതിന് ശേഷം മക്കയിൽ ചെന്ന് നിന്ന് കഅബയുടെ പരിസരത്ത് നിന്ന് ലാ ശരീക്കലക ലബ്ബൈക് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥവുമില്ല. ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് മഹാനായ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ല പറഞ്ഞതുപോലെ മനസ്സിൽ ഒരുപാട് ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചതിന് ശേഷം പിന്നെ നിരന്തരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ല പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അധികാര അവകാശങ്ങളിലും ഗുണഗണങ്ങളിലും മുട്ടിന് പങ്കാളികളെ കൽപ്പിച്ചതിന് ശേഷം മക്കയിൽ ചെന്ന് ലാ ശരീക്കലക് എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണ് സഹോദരി സഹോദരന്മാരെ ഉള്ളത്? അതുകൊണ്ട് നമ്മളൊക്കെ ഹജ്ജ് ചെയ്തവരും ചെയ്യാത്തവരും ഒക്കെ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണിത്. ഗൗരവമായി ആലോചിക്കണം നമ്മൾ. നിസ്സാര പ്രശ്നമല്ലത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് മന്ത്രമല്ല എന്ന് പറഞ്ഞത്, ഇത് പ്രഖ്യാപനമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും അതിൻ്റെതായ ഗൗരവത്തിൽ പറഞ്ഞു കൊടുക്കാൻ പോലും നമ്മുടെ ആളുകൾക്ക് വേണ്ടത്ര അളവിൽ കഴിയുന്നില്ല എന്നതാണ്. ഇതിനൊക്കെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ വെറുതെ തെറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞ എന്താണ്, തെറ്റ് ചെയ്തതിന് ശേഷം മക്കയിൽ പോയി ലാ ശരീക്കലക് എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണെന്നല്ലല്ലോ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇവിടെ തെറ്റുകൾ ചെയ്തതിന് ശേഷം അവിടെ പോയി ലാ ശരീക്കലക് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് എന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചത്. മറിച്ച് പർട്ടിക്കുലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷമാണ്. അത് സാധാരണ തെറ്റ് ചെയ്യുന്നത് പോലുള്ളൊരു തെറ്റല്ലാതെ നമ്മൾ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ശരി, അള്ളാഹു അല്ലാത്തവരോട് നമ്മുടെ വേവലാദികളും ആവലാദികളും ഒക്കെ പറഞ്ഞതിന് ശേഷം അത് ഈ ബാക്കിയുള്ള തെറ്റ് ചെയ്യുന്ന പോലെ അല്ലാതെ ഖുർആൻ അങ്ങേറ്റം നിരാകരിച്ചൊരു സംഗതിയാണ്. പ്രവാചകന്മാർ ഒന്നടങ്കം പറഞ്ഞൊരു സംഗതിയാണ്. നിങ്ങൾ അഭയകേന്ദ്രമായിട്ട് കാണേണ്ടത് അള്ളാഹുവിനെയാണ്. അതല്ലാത്ത ആളുകൾ എത്ര മഹത്വമുള്ളവരാണെങ്കിലും എത്ര നല്ലവരാണെങ്കിലും ശരി, അവരോട് നിങ്ങളുടെ വേവലാദികളും ആവലാദികളും പറയാൻ പാടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹം കണ്ട എല്ലാ മക്ബറകളിലും ചെന്നും കണ്ട എല്ലാ മഹാന്മാരോടും അവരുടെ ആവലാദികളും വേവലാദികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവരെ വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അവരെ നയിക്കുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇതിന് ന്യായങ്ങൾ പറഞ്ഞ് ചമച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലാഹാണെന്ന വിശ്വാസത്തോടു കൂടി ചോദിച്ചാലാണ് പ്രശ്നമുള്ളൂ എന്നൊക്കെയാണ് അവർ ഈ പാവങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല അത്. അതുകൊണ്ട് ജീവിതത്തിൽ എൻ്റെ ഖുത്ബ കേൾക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ള നിലക്കല്ല, ചെയ്യുന്നില്ല എന്ന് ഉറച്ചു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും നാളുള്ള കേൾവിയിലൂടെ അവർക്ക് കാര്യം എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ആ വശത്തേക്കേ നമ്മൾ തിരിഞ്ഞു നോക്കരുത്, ആ വശത്തേക്കേ നമ്മൾ പോകാൻ പാടില്ല. അതാണ് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഏറ്റവും വലിയ 3 പ്യൂരിറ്റികളിൽ വിശുദ്ധിയിലൊരു വിശുദ്ധി വിശ്വാസ വിശുദ്ധിയാണ്. എന്ത് പ്രശ്നം വന്നാലും പിടിക്കാൻ അള്ളാഹുവിൻ്റെ കൈയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവനെല്ലാം അറിയാം, നമ്മുടെ എല്ലാ സ്പന്ദനങ്ങളും അറിയാം, നമ്മളുടെ എല്ലാ ചലനങ്ങളും അറിയാം. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും
ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിൽ മറച്ചു വച്ചതും അറിയാവുന്ന ഒരു അള്ളാഹുവാണ് എനിക്ക് അധിപനായിട്ടുള്ളത് എന്നറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ താഴെയുള്ളൊരിടത്തേക്ക് പോകണം. എന്തിനാ നമ്മൾ നേർക്ക് നേരെ അങ്ങനെ ചിന്തിച്ചാൽ പോരെ? നമുക്ക് എല്ലാം അറിയുന്ന ഒരു റബ്ബുണ്ട്, എല്ലാ ഭാഷയും അറിയാവുന്ന റബ്ബുണ്ട്. മറ്റൊരാളോട് മന്ത്രിക്കുന്നതല്ല, അവനവനോട് തന്നെ മന്ത്രിക്കുന്നത് പോലും അറിയുന്ന ഒരു നാഥൻ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ടനാടിയേക്കാൾ അടുത്തിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു നാഥൻ. ആ നാഥനെ പോലെ ആരുമില്ല. ആ നാഥനെ പോലെ അള്ളാഹു നിയോഗിച്ച 1.25 ലക്ഷം പ്രവാചകന്മാരും ആ നാഥനെ പോലെയല്ല. അവരെല്ലാവർക്കും മനുഷ്യൻ എന്നുള്ള പരിമിതിയുണ്ട്. അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാഷ അറിയില്ല. സാക്ഷാൽ മുഹമ്മദ് നബിക്ക് പോലും ആ പ്രവാചകൻ ആ മുത്ത് റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ പോലും നമ്മുടെ ഭാഷ അറിയില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം വഫാത്തായതിനു ശേഷം നാം പിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ആ പ്രവാചകൻ പറഞ്ഞിട്ടില്ല അത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പോയി, അത് മാത്രമല്ല ഈ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ചെയ്തതിന് ശേഷം അവിടെ പോയി നിന്നിട്ട് ലാ ശരീക്കലക്ക് ലാ ശരീക്കലക്ക് ലാ ശരീക്കലക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ പടച്ചമ്പുരാനെ കളിയാക്കലാണ്. പടച്ചമ്പുരാനെ കളിയാക്കലല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിതിന് ലോജിക്കലായിട്ട് വിലയിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ പ്രഖ്യാപനങ്ങളാണ്, അള്ളാഹിനോടുള്ള കരാറുകളാണ്, അള്ളാഹുവിനോടുള്ള വർത്തമാനങ്ങളാണ്, അള്ളാഹുവിനോടുള്ള കോൺവെർസേഷൻസ് ആണ് എന്നൊക്കെ മനസ്സിലാകുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഇത് കളിയാക്കലാവില്ലേ, ഇത് അള്ളാഹിനെ ഒരു തരം പൊട്ടം കളിപ്പിക്കലാവില്ലേ എന്നൊക്കെ നമുക്ക് തോന്നുക. അല്ല, കേവലം ഒരു ആരാധന, അത് പണ്ടുകാലം മുതൽ ചെയ്തു വരുന്നതാണ്, അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ള നിലക്ക് ഇതിനെ നോക്കിക്കണ്ടാൽ ഇതൊന്നും നമുക്ക് തോന്നൂല, ഈ അപകടമൊന്നും നമുക്ക് തോന്നൂല. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അതിലുള്ള ഏറ്റവും വലിയ സമത്വമാണ്. ഹജ്ജിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അതാണ്. ലോകത്ത് ഒരു ആരാധനയുടെ ഭാഗമായി ഒരു സംഗമവും ലോകത്ത് നടക്കുന്നില്ല ഇത്രയും സമത്വം നിലനിൽക്കുന്ന. എല്ലാവരും തുല്യരാണ്. എല്ലാവരും ഭരണാധികാരിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേന്മയുടെ പേരിലോ ഒന്നും ആർക്കും ഒരു പ്രയോറിറ്റിയും അവിടെ ഇല്ല. അതേസമയം ശബരിമലയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മഹാകുംഭമേളയുടെ കാര്യത്തിലാണെങ്കിലും അവിടെ എല്ലാം ഏതൊക്കെയോ അർത്ഥത്തിൽ ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലുള്ള ആളുകൾക്കൊക്കെ പ്രത്യേക പരിഗണനയുണ്ട്, പ്രത്യേക പ്രിവിലേജുണ്ട്. ഹജ്ജിന് അങ്ങനെ ഒരു പ്രിവിലേജുമില്ല, ഒരു പ്രിവിലേജും ഹജ്ജിനില്ല. അത്രയും വൃത്തിയുള്ള ഒരു ആംബിയൻസിൽ ഇത്രയും ആളുകൾ ഒന്നിച്ച് അങ്ങേയറ്റത്തെ ഇക്വാലിറ്റിയോടുകൂടി നിലകൊള്ളുന്ന ഒരു സംഗമം ലോകത്ത് വേറില്ല. ലോകത്ത് വേറില്ല. ഒരന്തർദേശീയ സമ്മേളനമാണത്. അതുകൊണ്ടാണ് ആ അറഫ പ്രസംഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ, ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരു ഹജ്ജാണ് നിർവഹിച്ചിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ സമാപനത്തിന് അറഫ പ്രസംഗം നടത്തിയപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞല്ലോ, അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല. ഇത് പറയാൻ പറഞ്ഞതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണത്. ഒരു പ്രത്യേകതയുമില്ല. കുടുംബത്തിൻ്റെ പേരിലോ തറവാടിത്തത്തിൻ്റെ പേരിലോ ഒരു പ്രത്യേകതയുമില്ല. നിങ്ങളെല്ലാവരും തുല്യരാണ്. നിങ്ങളെല്ലാവരും ആദമിൻ്റെ മക്കളാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ മനുഷ്യരും തുല്യരാണ്. വ്യത്യാസം ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ദൈവിക സൂക്ഷ്മത നിങ്ങൾ എത്രത്തോളം പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിൻ്റെ പ്രമാണരേഖയും അത് തന്നെയാണ് പറഞ്ഞത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. 59-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹ് പറഞ്ഞു, ഹേ ജനങ്ങളെ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ കുടുംബങ്ങളും ഗോത്രങ്ങളൊക്കെ ആക്കിയത് നിങ്ങൾ പരസ്പരം ഐഡന്റിഫൈ ചെയ്യാനാണ്, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് അതിനകത്തൊരു പരിഗണനയുമില്ല. അള്ളാഹുവിങ്കൽ നിങ്ങളെ പരിഗണിക്കുന്നത് നിങ്ങൾ ദൈവിക സൂക്ഷ്മത ജീവിതത്തിൽ എത്രത്തോളം പുലർത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അതല്ലാത്ത ഒരു ഡിസ്ക്രിമിനേഷനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ജാതിയുടെ പേരിലോ മറ്റേ കളറിൻ്റെ പേരിലോ തറവാടിത്തത്തിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ അതെല്ലാം നമ്മളിൽ നിന്ന് ഊരിയെറിയണം. അതൊക്കെ മനസ്സിൽ വച്ചതിന് ശേഷം മക്കയിൽ ചെന്ന് ലാ ശരീക്കലക്ക് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അല്ല, എവിടെയെങ്കിലും എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് അതൊക്കെ ഇനിയെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം. നമ്മൾ പ്യുവർ ഒരു മനുഷ്യനാകണം. കറുത്തവനെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത, തറവാടിത്തവനെ ഇല്ലാത്തവനെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും നമ്മുടെ മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ പാടില്ല. നമ്മൾ പിന്നെ എന്ത് തൗഹീദ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ തൗഹീദുമായി നേർക്ക് നേരെ ബന്ധപ്പെടുന്ന കാര്യങ്ങളാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. തൗഹീദുമായി നേർക്ക് നേരെ ബന്ധമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. നമുക്ക് നിസാര കാര്യമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ്
പക്ഷെ അതൊന്നും ചെറിയ കാര്യമല്ല. നമുക്ക് ചെറിയ കാര്യം വലിയ കാര്യവും വലിയ കാര്യം ചെറിയ കാര്യമാണല്ലോ നമുക്കെന്നും അങ്ങനെ തന്നെയാണ്. അപ്പം അത് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ സമത്വമാണ്. എല്ലാവരും ഒരേ വസ്ത്രം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരേ വസ്ത്രം. ആര് കടന്നു വന്നാലും ഒരു പ്രത്യേക പ്രാധാന്യമില്ല. എല്ലാവർക്കും ചെയ്യാം ഹജ്ജൊരൊഴുക്കാണ്, ആ ഒഴുക്കിൽ പോകാം. അല്ലാതെ ഞാൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ഞാൻ വെളുത്തവനാണ്, അല്ലെങ്കിൽ ഞാൻ വിദേശത്ത് നിന്ന് വന്നതാണ്, എൻ്റെ ദൂരം നിങ്ങളെക്കാൾ ദൂരം കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് വേഗം പോകണം, ഇങ്ങനെയൊന്നും അവിടെ ഇല്ലല്ലോ. എല്ലാവരും തുല്യരാണ്. ആ സമത്വം ഉണ്ടല്ലോ. നമ്മൾ പണ്ട് കാലം മുതൽ ഇങ്ങനെ ഹജ്ജ് കാണുന്നതുകൊണ്ടാണ് നമുക്ക് ആ സമത്വത്തിൻ്റെ ഗൗരവം മനസ്സിലാകാത്തത്. സത്യം പറയുകയാണെങ്കിൽ ലോകത്ത് ഒരുപാട് വിവേചനങ്ങൾ നിലനിൽക്കുന്നു എന്ന് നമുക്കറിയാം. സമ്പത്തിൻ്റെ പേരിൽ, വംശീയതയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ഭൂമിശാസ്ത്രത്തിൻ്റെ പേരിൽ, അങ്ങനെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ലോകത്ത് നിലനിൽക്കുമ്പോൾ ആണ് ഈ ഹജ്ജിൻ്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഹജ്ജിന് ഇത്രയും സൗന്ദര്യവും വരുന്നത്. ആ അറഫ പ്രസംഗത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള എല്ലാ വിവേചനങ്ങളെയും ചവിട്ടി അരച്ച് കളഞ്ഞു. അതുപോലെ തന്നെ ഹജ്ജ് പൊളിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ ന്യായവാദങ്ങളെയും ഹജ്ജ് പൊളിക്കുകയാണ്. സാക്ഷാൽ പടച്ച തമ്പുരാൻ തന്നെ, ആ പടച്ച തമ്പുരാൻ്റെ ഈ ഭൂമിക്ക് മുകളിലുള്ള ഏറ്റവും പവിത്രമായ പള്ളിയിലേക്ക് അള്ളാഹു തന്നെ നേരിട്ട് വിളിക്കുകയാണ് ഈ പെണ്ണുങ്ങളെ. പെണ്ണുങ്ങൾക്ക് ഹജ്ജിന് പോകാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ആണുങ്ങളെ പോലെയല്ല. പെണ്ണുങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എന്നിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഭൂമുഖത്തുള്ള ഭവനങ്ങളിൽ ഏറ്റവും പവിത്രമായ ഏറ്റവും വലിയ ഭവനത്തിലേക്ക് അള്ളാഹു നേരിട്ട് വിളിക്കേണ്ട പെണ്ണുങ്ങളെ. ഇത് ഇസ്ലാമിൽ ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യരായ ചിലർ പറയുന്നത് ഇല്ലില്ല, അത് നാട്ടിലെ പള്ളിക്കലൊന്നും ജനങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഏറ്റവും വലിയ പള്ളി പോവാ, അതിൻ്റെ താഴെയുള്ള പള്ളി പോകാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് അന്തക്കേടാണത്? നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തെ ഏറ്റവും പള്ളിയിലേക്ക് അള്ള നേരിട്ട് വിളിക്കുക, എന്നിട്ട് നമ്മൾ പറയുക നാട്ടിലുള്ള അതിൻ്റെ താഴെയുള്ള പള്ളികളിലേക്കൊന്നും പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുക. ഇവരെന്തൊക്കെയാണോ പള്ളിയിൽ പോകുന്നതിന് പ്രശ്നമായിട്ട് പറയുന്നത്, അതിനെല്ലാറ്റിനും സാധ്യതയുള്ളവരിടാണ് ഹജ്ജിൻ്റെ സമയം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. യാതൊരു ബന്ധവുമില്ലാത്ത കുറേ ആളുകൾ അവിടെ കൂടുന്നു, എല്ലാം കൂടിക്കൊഴിഞ്ഞാണ് നടക്കുന്നത്. അവിടെയാണല്ലോ കൂടുതൽ അപകടം ഉണ്ടാവാൻ സാധ്യത. പക്ഷെ അവിടേക്ക് അള്ള വിളിച്ചു വരുത്തി, നിങ്ങൾ ഹജ്ജ് ചെയ്യണം, അത് നിങ്ങൾക്ക് നിർബന്ധമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതഅ ഇലൈഹി സബീല. എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഇങ്ങനെ പല മാനങ്ങളുണ്ട് ഹജ്ജിന്, പല സൗന്ദര്യമുണ്ട് ഹജ്ജിന്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.